കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 25/8/2024 എന്ന വിശുദ്ധ പകൽക്കാലം സഭായോഗമായി വീട്ടിലെ സഭായോഗം ആയിട്ട് കൂടി വരുവാൻ കർത്താവ് നമുക്ക് തന്ന വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. ഈ വീട്ടിലെ സഭായോഗം എന്ന് പറയുമ്പോൾ ചിലർക്കൊക്കെ ഒരു അവജ്ഞത കാണുമായിരിക്കാം. എന്നാൽ വേദപുസ്തകത്തിൽ വീട്ടിലെ സഭായോഗമെന്നുണ്ട്. പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ഇഷ്ടംപോലെ എഴുതിയിട്ടുണ്ട് പല ഭാഗങ്ങളിലും. ഇന്ന് കാണുന്ന പോലെയുള്ള മണിമന്ദിരങ്ങളിലുള്ള സഭായോഗങ്ങളൊന്നും പുസ്തകത്തിലില്ല. അത് മനസ്സിലാക്കണം നമ്മൾ. മരച്ചുവട്ടുകളിലും വൃക്ഷത്തണലുകളിലും പിന്നെ അതുപോലെ സിനഗോഗുകളിലൊക്കെ അവർ പോയി പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയൊക്കെ ചെയ്തു. വീടുകളിലായിരുന്നു പഴയ നിയമ വിശുദ്ധന്മാരെല്ലാം കർത്താവിനെ ആരാധിച്ചത്. ഇതേപോലെ IPC, ഷാരോൻ, അസംബ്ലീസ് ഓഫ് ഗോഡ്, രഹബോത്ത് വർഷിപ്പ് സെൻറ്റർ, പിന്നെ ഷാരോൻ, പിന്നെ ഫെയ്ത്ത് സിറ്റി, യോശുവ ജനറേഷൻ, ഇങ്ങനെയുള്ള സർക്കസ് കൂടാരങ്ങളൊന്നും അന്ന് ഇല്ല. ഈ സർക്കസ് കൂടാരം എന്ന് പറയുന്നതിൽ ദൈവമക്കൾ ക്ഷമിക്കണം. IPC ചർച്ച് ഓഫ് ഗോഡും ഷാരോനും അസംബ്ലീസ് ഓഫ് ഗോഡും ഒക്കെ സഭാ ഹോളുകളാണ്. മറ്റ് ഈ ന്യൂ ജനറേഷൻ ചർച്ചുകൾ മുഴുവൻ സർക്കസ് കൂടാരങ്ങളാണ്. എക്സോഡോസൊക്കെ അവിടെ പോയി പലരും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവരെ ആ ബന്ധനത്തിൽ കിടക്കുക. അവരൊക്കെ സത്യവചനം പത്യവചനം കേട്ട് മുമ്പോട്ട് വരാത്തിടത്തോളം കാലം അവർക്കെന്തില്ല? ദൈവരാജ്യമില്ല. ഞാനത് ശക്തിയോടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. കാരണം ദൈവരാജ്യത്തിലേക്ക് പോകാൻ ഒരു ക്വാളിറ്റി ദൈവവചനം പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ഇന്ന് കാണുന്ന ഈ പത്രദ്വാരയും സോഷ്യൽ മീഡിയയിലും കാണുന്ന ഒരു പ്രധാന ന്യൂസ് നിങ്ങൾ ശ്രദ്ധിച്ചോ ഇല്ലയെന്ന് എനിക്കറിയില്ല. സിനിമാ ഫീൽഡ്, നമ്മുടെ വിഷയം അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞു പോകാൻ അതിനുമായിട്ട് ഇച്ചിരി സാമ്യമുണ്ട് ആ വിഷയത്തിന്. കാരണം ഞാനത് പിന്നീട് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സിനിമാ ഫീൽഡിലുള്ള നടന്മാരും സംവിധായകന്മാരും അവർ സിനിമയിൽ അഭിനയിക്കുന്ന നടികളെ പീഡിപ്പിച്ചു വന്ന് ആ സ്ത്രീകൾ സത്യം തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാനതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, സത്യം ഒരിക്കലും മറഞ്ഞിരിക്കില്ല. 3 ദിവസമേ സത്യം മറഞ്ഞിരുന്നുള്ളൂ. 3 ദിവസം കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? ഉയർത്തെഴുന്നേറ്റ് വന്നു യേശു കർത്താവ്. അങ്ങനെയെങ്കിൽ സത്യം എന്നുള്ളത് ഈ ഭൂമിയിലുണ്ട്, അത് മറഞ്ഞിരിക്കില്ല. ഏത് മഹാൻ ചെയ്താലും അത് വെളിപ്പെടേണ്ട സമയത്ത് എന്തു ചെയ്യും? വെളിപ്പെടും. മുഖംമൂടികൾ അഴിഞ്ഞു വീഴും. ആത്മീയ കുളത്തിലുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇവിടെ ചേർത്ത് ഞാൻ പഠിപ്പിക്കാൻ പോവാ നിങ്ങളെ. ആത്മീയ കുളത്തിലുണ്ട് ഈ മുഖംമൂടികൾ അഴിഞ്ഞു വിടാൻ ഇത്തിരി കിടപ്പുണ്ട്. കോവിഡ് വന്നപ്പോൾ കുറേ കഴിഞ്ഞു വീണു. സത്യവചനം പ്രസംഗിക്കാതെ വേദപുസ്തകം എടുത്ത് കാശുണ്ടാക്കുന്ന കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടകന്മാരും നിറഞ്ഞു കിടക്കുക. ഈ എറണാകുളം പട്ടണത്തിൽ, കേരളത്തിൽ, ഇന്ത്യയുടെ 28 സംസ്ഥാനങ്ങളിൽ, ആഗോള വ്യാപകമായി 260 രാഷ്ട്രങ്ങളിലും കിടക്കുകയാണ് ഈ കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടകന്മാരും. അത് അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്, എന്നും ഉണ്ടാവും. കർത്താവിൻ്റെ പ്രത്യക്ഷതയെ ഉണ്ടാവുമെന്നാണ് സ്തോത്രം വചനത്തിലൂടെ നമ്മൾ പഠിക്കുന്നത്. അതിലൊരു വാക്യം വായിക്കാം. എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു, അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടകന്മാർ ഉണ്ടാകും. 2 പത്രോസ് 2:1. കള്ളപ്രവാചകന്മാർ ജനത്തിനിടയിൽ ഉണ്ടായിരുന്നു, അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. നിങ്ങളുടെ ഇടയിലും ഉണ്ടാകും കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടകന്മാരും ഉണ്ടാകും. അത് പത്രോസ് പറഞ്ഞത് പ്രവചനമാണ്. അത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ കള്ളപ്രവാചകന്മാരെയും ദുരുപദേഷ്ടകന്മാരുടെയും വലയിൽ ചെന്ന് വീണ് നിത്യത നഷ്ടമാക്കരുതെന്ന് കൈകൂപ്പി അപേക്ഷിക്കുക ഒരു കൊച്ചു ഉപദേശി. അതിന് ഉപോത്ബലകമായൊരു വാക്യം കൂടി തരാം. അടുത്ത ആഴ്ചത്തെ പഠനം മിക്കവാറും കർത്താവിൻ്റെ ഒരു താമസം അടുത്ത ആഴ്ച പഠനം മുഴുവൻ അത് തന്നെയായിരിക്കും. ഫിലിപ്പിയ ലേഖനം 2:2 നായ്ക്കളെ സൂക്ഷിപ്പിൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പിൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിൻ. ഞാനത് പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. ഇതാര് സൂക്ഷിക്കുന്നില്ലയോ അവൻ്റെ നിത്യത നഷ്ടമാകും. 100% ഗ്യാരൻറ്റിയോടുകൂടി ഞാൻ പറയുക. കള്ളപ്രവാചകന്മാരെ പിന്നെ നായ്ക്കളെ സൂക്ഷിക്കുകയും നായ്ക്കളെയും ആകാത്ത വേലക്കാരെയും വിച്ഛേദനക്കാരെയും ആര് സൂക്ഷിക്കുന്നില്ലയോ, ശുശ്രൂഷ വൃന്ദങ്ങളെ കുറിച്ചാണ് പറയുന്നത്, അവർക്ക് ദൈവരാജ്യം ഇല്ല. എന്താ കാര്യം?
ഈ നായ്ക്കളും ആകാത്ത വേലക്കാരും വിച്ഛേദനക്കാരും കൂടി നിങ്ങളുടെ വിക്കറ്റ് എടുക്കും. സ്വർഗത്ത് പോകാനുള്ള നിങ്ങളുടെ അവസ്ഥ എന്ത് ചെയ്യും? ഒരു തകർത്തുകളെ. ഇനി എനിക്കിതൊന്നും മറച്ചു വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം കർത്താവിൻ്റെ വരവായി. ഉള്ളതുപോലെ തുറന്നങ്ങോട്ട് പറയുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിക്കണം. ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടുകൂട്ടായ്മ ആയിരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചും പോന്ന ഒരു ഗ്രൂപ്പ് ആദിമ നൂറ്റാണ്ടിൽ ഒന്നാമത്തെ സഭ ഏതായിരുന്നു? പ്രവൃത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ. അന്ന് മുതൽ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടുകൂട്ടായ്മ ആയിരിച്ച് അപ്പം നുറുക്കി വരുന്ന സഭകളുണ്ട്. എന്നാൽ ഇടയ്ക്ക് വെച്ച് പിശാച് ഈ ഉപദേശത്തെ എന്ത് ചെയ്തു? നശിപ്പിച്ചു കളഞ്ഞു. സർപ്പം ഹവ്വായെ ഉപയായിട്ട് ചതിച്ചതുപോലെ ദൈവസഭയുടെ ഉപദേശത്തെ ദൈവസഭയിൽ നിന്ന് മാറ്റി ചതിയിൽപ്പെടുത്തിയിട്ടിരിക്കുക ഇന്നത്തെ ക്രൈസ്തവ ഗോളം. മനസ്സിലാകുമോ ഇല്ലയെന്ന് എനിക്കറിയില്ല. ഈ വലിയ ഗോളത്തിൽ അങ്ങനെ പിശാചിൻ്റെ വലിയ കടന്നാക്രമണം കയറിയിരിക്കുകയാണ്. ഈ ലോകത്തിൻ്റെ പ്രഭുവായ സാത്താൻ, ഈ ലോകത്തിൻ്റെ ദൈവമായ സാത്താൻ, വീണുപോയ ദൂതസഞ്ചയം, ഇവരെല്ലാം കൂടി ചേർന്ന് എന്ത് ചെയ്തിരിക്കുക? പത്യവചനം, പത്യോപദേശ സഭയിൽ നിന്ന് എടുത്ത് മാറ്റി പാട്ടും കൂത്തും ന്യായപ്രമാണം പഠിപ്പിക്കലും ഒക്കെ ആയി തീർന്നിരിക്കുക. ഇതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് ചോദിച്ചാൽ, ദൈവരാജ്യത്തിലേക്ക് പോകാനുള്ള ജനം നിത്യതയിൽ നിന്ന് അകന്നു പോകാനിടയായിത്തീരും. അതുകൊണ്ടാണിത് ശക്തിയോടെ ഞാൻ പറഞ്ഞു. ഇതിൻ്റെ പിന്നിലുള്ള ചേതവികാരം അതാ, ഇതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശശുദ്ധി അതാ, വേറൊന്നുമല്ല. ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും ഭൗതിക നേട്ടമുണ്ടോ? ഉള്ളത് കൂടി ഇല്ലാതാകത്തേ ഉള്ളൂ. ഇത് മനസ്സിലാക്കണം നമ്മൾ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വളരെ ശ്രദ്ധിച്ച് കേൾക്കും. ഇവിടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുക എന്നുള്ളൊരു വിഷയമാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അതിൽ 7 കൂട്ടം കാര്യങ്ങളാണ് പത്രോസ് പഠിപ്പിച്ചത്. വിശ്വാസത്തോട് വീര്യം, വീര്യത്തോട് പരിജ്ഞാനം, പരിജ്ഞാനത്തോട് ഇന്ദ്രിയം, ഇന്ദ്രിയത്തോട് സ്ഥിരത, സ്ഥിരതയോട് ഭക്തി, ഭക്തിയോട് സഹോദരപ്രീതി, സഹോദരപ്രിയോട് സ്നേഹം. ഈ 7 കാര്യങ്ങൾ കൂട്ടിക്കൊണ്ടിരിക്കണം. 7 കാര്യങ്ങൾ വ്യക്തികളിൽ ഉണ്ടാകണം. ഉണ്ടായിട്ട് എന്ത് ചെയ്യണം? അത് കൂട്ടണം, വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നില്ലെങ്കിൽ എന്തോ പറ്റും? പക്ഷേ വെളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കാൻ പറ്റത്തില്ല. അതിൻ്റെ കാര്യം അതാ. എല്ലാ വചനത്തിൻ്റെ വെളിപ്പാടും എല്ലാവർക്കും കിട്ടിയെന്ന് വരില്ല. എല്ലാവർക്കും വചന വെളിപ്പാട് കിട്ടുന്നത് ശരിയാണെന്നും വരില്ല. കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിച്ചു തരികയും ചെയ്തതെന്നാൽ എന്താ പൗലോസ് പറയുന്നത്? പൗലോസ് കർത്താവിൽ നിന്ന് പ്രാപിച്ചു. സ്തോത്രം. ഗലാത്യ ലേഖനത്തിൽ കർത്താവിൽ നിന്ന് പ്രാപിച്ചതായിട്ടുള്ള തെളിവാണ് ഗലാത്യ ലേഖനം എഴുതി വച്ചിരിക്കുന്നത്. കൊരിന്ത്യ ലേഖനത്തിലാണ് കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിച്ചു തരികയും ചെയ്തതെന്നാലെന്ന് എഴുതിയിരിക്കുന്ന വാക്യം കൊരിന്ത്യ ലേഖനത്തിലാണ്. എന്നാൽ കർത്താവിൽ നിന്ന് പ്രാപിച്ചു എന്നുള്ളതിന് തെളിവ് ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങളൊന്ന് വായിക്കുമല്ലോ. ഇപ്പോൾ സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷ്യമല്ല എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. ഞാനത് മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല. യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടിനാൽ അത്രേ പ്രാപിച്ചത്. കണ്ടോ? അപ്പോൾ കർത്താവിൻ്റെ വെളിപ്പാടിനാലാണ് പൗലോസ് എന്ത് ചെയ്ത്? ഉപദേശം പ്രാപിച്ചത്. അതുപോലെ കേരളക്കരയിലെ അനേക പിതാക്കന്മാരായ ഭക്തന്മാർ, ഇന്ന് കാണുന്ന ന്യൂ ജനറേഷൻ പാസ്റ്റർമാരൊന്നും അതിൽ പെടത്തില്ല. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഉള്ളതുപോലെ പറയുക. അവർക്കൊന്നും വചന വെളിപ്പാട് കിട്ടിയിട്ടില്ല. ഒരു കഞ്ഞി കുടിക്കാൻ വേണ്ടി പുസ്തകം എടുത്തുകൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. എന്നാൽ പിതാക്കന്മാരായ അനേക ഭക്തന്മാർക്ക് ഈ വചനത്തിൻ്റെ വെളിപ്പാട് കർത്താവ് കൊടുത്തു. എങ്ങനെ കൊടുത്തു? പൗലൂസിനും പത്രോസിനും യോഹന്നാനും യാക്കോബിനും യൂദയ്ക്കും കൊടുത്ത വചനത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള വെളിപ്പാടുകൾ. ശ്രദ്ധിക്കണേ, ഇതൊക്കെ വളരെ ഗഹനമായ കാര്യങ്ങളാണ്. ഹിമാലയ പർവ്വതം പോലെ വലിയ സബ്ജക്റ്റാണ് ഞാൻ പറഞ്ഞു വയ്ക്കുന്നത്. ഈ പിള്ളേർ പറയുന്ന പോലുള്ള പറച്ചിലല്ല ഞങ്ങൾ പറയുന്നത്. പൗലൂസിനും പത്രോസിനും യോഹന്നാനും യാക്കോബിനും ആദിമ അപ്പോസ്തലന്മാർക്ക് കർത്താവ് കൊടുത്ത വചനത്തിൻ്റെ വെളിപ്പാടിൻ്റെ ഉള്ളിൽ നിന്നുള്ള വെളിപ്പാടായിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. മറ്റൊന്നാകാൻ പാടില്ല. മറ്റൊന്നായാൽ എന്ത് സംഭവിക്കും? അത് മറ്റൊരു സുവിശേഷം, മറ്റൊരു ആത്മാവ്, മറ്റൊരു ക്രിസ്തുവായി. ഇത് ഭക്തന്മാരൊന്നും മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നല്ലതാണ്. നല്ല നല്ല കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലും കാതലായ കാര്യങ്ങൾക്ക് പലരും അറിയാതെ പോകുന്നു എന്നുള്ള ദുഃഖം
എനിക്കുണ്ട്. അതുകൊണ്ട് ദൈവമക്കൾ ഇതൊന്നും നന്നായിട്ട് മതി. ഇപ്പോൾ ചിലർ പറയുക ദൈവം എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ പാസ്റ്ററും പറയും, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ദൈവം നിന്നോട് സംസാരിച്ചു. ചില സഹോദരിമാർ അറിയാം എന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരിടപെടലും ഇല്ല. ഇടപെടുന്നെങ്കിൽ ഈ പറഞ്ഞു വെച്ചിരിക്കുന്ന ഉപദേശത്തിൻ്റെ ആ വ്യവസ്ഥയിൽ നിന്നുള്ള ഇടപെടലായിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോസ്തലന്മാർ കൊടുത്ത വചന വെളിപ്പാടിൻ്റെ ഉള്ളിൽ നിന്നുള്ള വെളിപ്പാടുകളായിരിക്കണം, അല്ലെങ്കിൽ വചനത്തിൻ്റെ ശബ്ദങ്ങളായിരിക്കണം, വചനത്തിൻ്റെ സംസാരമായിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. ഇതങ്ങനെ കിട്ടുന്നില്ല. നല്ലൊരു ശതമാനം ഞാൻ പഠിച്ച് നോക്കിയിട്ട് ദൈവനോട് സംസാരിച്ചെന്ന് പറയും മുഴുവൻ താത്താണ് സംസാരിച്ചത്. പിന്നെ ഹൃദയത്തിൽ തോന്നിയ തോന്നലുകളുമാണ്. അത് ജഡത്തിൻ്റെതും സാത്താൻ്റെതും മാനുഷികമാണ്. അതുകൊണ്ട് ഗുണമില്ല. 1 കൊരിന്ത്യർ 1:18 എന്താ എഴുതി വെച്ചേക്കുന്നത്? 1 കൊരിന്ത്യർ 1:18 വായിച്ചേ പെട്ടെന്ന് വായിക്കണം വചനം എടുത്ത്. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തി. ഈ വചനത്തിന് ശക്തിയുണ്ട്. ക്രൂശിന്റെ വചനത്തിന് ശക്തിയുണ്ട്. സ്തോത്രം. തെസ്സലോനിക്ക ലേഖനത്തിൽ ഒരു പ്രയോഗം എൻ്റെ ഹൃദയത്തിലേക്ക് കർത്താവ് തരികയാണ്. ഞാനത് ഒന്ന് വായിച്ച് കേൾപ്പിക്കാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എടുത്ത് പഠിക്കേണ്ട വിഷയങ്ങളാണ്. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു. മനുഷ്യൻ്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടവിടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ വചനം വ്യാപരിക്കും. സൗഖ്യമായി, സന്തോഷമായി, സമാധാനമായി, പ്രത്യാശയായി, വിടുതലായി, അനുഗ്രഹങ്ങളായി നമ്മളിൽ വചനം വ്യാപരിക്കും. അതിനെന്ത് ചെയ്യണം? ദൈവവചനമായിട്ട് ഇതിനെ കൈക്കൊള്ളണം. അത് ഹൃദയത്തിൽ സ്വീകരിക്കണം. അത് ഹൃദയത്തിൽ സ്റ്റോർ ചെയ്യണം. അത് സംഭരിക്കണം. ആ വചനത്തിൻ്റെ വെളിപ്പാടിൽ ജീവിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്ത് മുന്നോട്ട് പോകണം. കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. കേട്ടത് ഒഴുകിപ്പോയാൽ എന്ത് പറ്റും? ഒരു ഗുണവുമില്ല. ഞാൻ എല്ലായിടത്തും ചോദിക്കാറുള്ള ചോദ്യം, അന്ന് നമ്മൾ കേട്ട വചനങ്ങളൊക്കെ ഒന്നാമത് വചനം പ്രസംഗിക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. വചനം എന്ന് പറഞ്ഞാൽ സത്യവചനം, പത്യവചനം പ്രസംഗിക്കുന്നില്ല. ഇനി അഥവാ പ്രസംഗിക്കപ്പെട്ടാൽ തന്നെ കേട്ടാൽ എന്ത് ചെയ്യത്തില്ല? മനസ്സിലാകത്തില്ല, ഹൃദയത്തിൽ സ്റ്റോർ ചെയ്യത്തില്ല. പിന്നെ എങ്ങനെ നമ്മൾ നന്നാവുമെന്നായി പറയുന്നത്? അതുകൊണ്ട് പ്രിയമുള്ളവരെ, കേട്ട വചനം ഉപകാരമായി തീരേണ്ടതിന്, അത് വിശ്വാസമായി പരിണമിക്കേണ്ടതിന്, അത് നമ്മുടെ ഹൃദയത്തിൽ സ്തോത്രം എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവ് ക്രിയ ചെയ്ത് രൂപാന്തരമായി ഭവിക്കണം. അതിന് നമ്മുടെ ഭാഗത്ത് നിന്ന് കേട്ടതധികം ശ്രദ്ധയോടെ കരുതിക്കൊണ്ട് ഒരുക്കപ്പെട്ട നിലം പോലെ ഈ വചനം വീഴാൻ വേണ്ടി നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. അല്ലാത്തിടത്തോളം കാലം ഒരു അനുഗ്രഹവും പ്രാപിക്കാൻ കഴിയത്തില്ല. 100 വയസ്സ് വരെ ജീവിച്ചിരുന്ന് വിശ്വാസിയായിട്ട് ജീവിച്ച് നിത്യമായ നരകാഗ്നിയിലേക്ക് പോകും. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ ശ്രദ്ധിക്കുക. ഞാൻ ഈ വിഷയത്തിലേക്ക് വരിക. 2 പത്രോസിൻ്റെ ലേഖനം നമ്മുടെ പഠനം അതിൻ്റെ 5-ാം വാക്യം മുതലാണ്. 5ഉം 6ഉം ഒക്കെ ഏകദേശം ധ്യാനിച്ചു. ഇനി 7ഉമുള്ള വാക്യങ്ങളാണ്. ഇത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയവും, ഇന്ദ്രിയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതി സ്നേഹവും കൂട്ടിക്കൊള്ളുവിൻ. വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കാനായിട്ട് പത്രോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്ന വചനത്തിൻ്റെ വ്യവസ്ഥയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ്? വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കണം. അങ്ങനെ ഉറപ്പാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യണം. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു കാര്യം പറഞ്ഞല്ലോ, ഇപ്പോഴും അത് പറയാൻ ആഗ്രഹിക്കുക. അച്ഛാ, നമുക്ക് പോകണ്ടേ? എവിടെ പോകണ കാര്യമോ പാർട്ട്? സ്വർഗത്ത് പോകും. അത് നമ്മൾ പൊക്കോളുമല്ലോ, വരുമ്പോൾ അങ്ങ് കൊണ്ടുപോയിക്കോളുമല്ലോ. അതങ്ങ് ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേച്ചാൽ മതി. പത്രോസ് പറയുന്ന ഈ ആത്മീയ അനുഭവങ്ങൾ പ്രാപിക്കാത്തവർക്ക് സ്വർഗരാജ്യം ഇല്ല. അയ്യോ, സാമ്പാസ് പറയാണ്. നോ, പത്രോസ് അപ്പോസ്തലൻ പറയുക. പത്രോസ് അപ്പോസ്തലനോട് പരിശുദ്ധാത്മാവ് പറയുക.
നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യം, വീര്യത്തോട് പരിജ്ഞാനം, പരിജ്ഞാനത്തോട് ഇന്ദ്രിയം, ഇന്ദ്രിയത്തോട് സ്ഥിരത, സ്ഥിരതയോട് ഭക്തി, ഭക്തിയോട് സൗരപ്രീതി, സഹോദരപ്രിയോട് സ്നേഹം കൂട്ടിക്കൊള്ളണം. ഇതുണ്ടാകണം, ഇത് വർദ്ധിക്കണം. 2 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞ ക്ലിപ്പുകളിൽ. വിശ്വാസത്തോട് വീര്യം, വീര്യത്തോട് പരിജ്ഞാനം. 2 ക്ലിപ്പ് ഇൻ്റർനെറ്റ്, വാട്സപ്പിലും ടെലഗ്രാമിലും യൂട്യൂബിലും വരെ അത് വന്നു കഴിഞ്ഞു, പ്രസംഗം മുഴുവൻ ഞാൻ ശ്രദ്ധിച്ചു. ഇനി അടുത്ത 3ാമത്തെ പോയിന്റിലേക്ക് നമ്മൾ വരിക. എന്താ 3ാമത്തെ പോയിന്റ്? 1 വിശ്വാസത്തോട് വീര്യം, വീര്യത്തോട് പരിജ്ഞാനം, അത് കഴിഞ്ഞ് പരിജ്ഞാനത്തോട് ഇന്ദ്രിയ ജയം. പരിജ്ഞാനത്തോട് ഇന്ദ്രിയ പരിജ്ഞാനം നമുക്കുണ്ടാകണം. പരിജ്ഞാനം എന്ന് പറയുന്നത് എന്ത് പരിജ്ഞാനമോ? യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ലോകത്തിൻ്റെ മാലിന്യം വിട്ടോടിയവർ. 2 പത്രോസ് 2:20 സ്തോത്രം. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനമാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്താൽ ലോകത്തിൻ്റെ മാലിന്യം വിട്ടോടണം. അപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം ഉള്ളിൽ വന്നില്ലെങ്കിൽ എന്ത് കിട്ടും? എന്ത് പറ്റും? ലോകത്തിൻ്റെ മാലിന്യം വിട്ടോടാൻ കഴിയാതെ വരും. അതാ ഇന്ന് പലരും മാലിന്യം തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്നത്. അത് മൊബൈൽ ഫോണായി, ലാപ്ടോപ്പായി, പലതുമായിട്ട് ചുമന്നുകൊണ്ട് നടക്കുക, കയ്യിലും കാലിലും തലയിലും ഒക്കെ. ചിലർ ഫോണ് ഈ കാലിൻ്റെ പോക്കറ്റിലാണ് വയ്ക്കുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട്. കുറേ വള്ളിയും കുള്ളിയും കെട്ടും ഒരു 10-15 പോക്കറ്റും ഈ ലോക മനുഷ്യനെ പോലെ നടക്കുന്ന കണ്ടിട്ട് വിശ്വാസികൾ നടക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഇഷ്ടം പോലെ എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ലോകത്തെ ചുമന്നുകൊണ്ട് നടക്കുക. നമ്മൾ ലോകത്തിൻ്റെ മാലിന്യങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുക. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത ഉള്ളിൽ വരുമ്പോൾ ലോകത്തിൻ്റെ മാലിന്യം വിട്ടോടാൻ ഇടവരും. അതിനൊരൊറ്റ വഴിയേ ഉള്ളൂ, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം ഉണ്ടാകണം. കർത്താവ് പറഞ്ഞ വചനത്തിൻ്റെ പരിജ്ഞാനം, പരിചയിക്കുന്ന ജ്ഞാനം ജീവിതത്തിൽ പകർത്തണം. കർത്താവ് പറഞ്ഞ വചനത്തിൻ്റെ അർത്ഥങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. വ്യാഖ്യാനമൊക്കെ പലതും പല വഴിയിലാണ് കിടക്കുന്നത്. ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഓരോരുത്തർക്ക് തോന്നിയ പോലെ അങ്ങ് വ്യാഖ്യാനിച്ചുകൊള്ളുക. ഇന്ന് രാവിലെയും കൂടി ഞാൻ വായിച്ചു, 144,000 ഭക്തന്മാരെ കുറിച്ച് വെളിപ്പാട് പുസ്തകം പറയുന്നുണ്ട്. അതാരാ? ഇന്നത്തെ ഒരു സഭക്കാർ പറഞ്ഞ ഞങ്ങളാന്ന്. സ്ത്രീകളോട് മലിനപ്പെടാത്തവർ ഞങ്ങളാണെന്ന് പറഞ്ഞു നടക്കുക. എന്തോ ഒരു പോഷത്വമാണത്. അതല്ല എന്ന് പുസ്തകത്തിലൂടെ തെളിയിച്ചു തരാൻ എനിക്ക് കഴിയും. ഞാൻ ഇതിനെക്കുറിച്ചൊരു പഠനം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പറയുക, താഴ്മയോടെ വിനയത്തോടെ ഞാൻ പറയുക. പക്ഷെ ഇപ്പോൾ അതിനുള്ള സമയം എടുക്കുന്നില്ല. അങ്ങനെ പല കാര്യങ്ങളും അവരവർക്ക് തോന്നിയതുപോലെ വ്യാഖ്യാനിച്ചുകൊണ്ട് പോയാൽ നടക്കത്തില്ല. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം, കർത്താവ് പറഞ്ഞ വചനത്തിൻ്റെ ജ്ഞാനം, സ്വർഗീയമായ ജ്ഞാനം, ഉയരത്തിലെ ജ്ഞാനം, ആത്മീക ജ്ഞാനം നമ്മുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ ലോകത്തിൻ്റെ മാലിന്യങ്ങളെ വിട്ടോടാൻ നമുക്ക് ഇടയായിത്തീരും. ഫിലിപ്പിയ ലേഖനത്തിൽ പൗലൂസ് പറഞ്ഞൊരു പ്രയോഗം കൂടി പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോകാനായിട്ട് കർത്താവിൽ ശരണപ്പെടുക. പൗലൂസ് എന്താ പറഞ്ഞത്? ഫിലിപ്പിയ ലേഖനത്തിൽ പറഞ്ഞത് എന്താണ്? എങ്കിലും എനിക്ക് ലാഭമായിരുന്നൊക്കെ ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണിയിരിക്കുന്നു. കാരണം തനിക്ക് ലാഭമായിരുന്ന 8-ാം നാളിൽ പരിച്ഛേദനയേറ്റെന്നുള്ള അവസ്ഥ, ഇസ്രയേൽ ജാതിക്കാരനെന്നുള്ള അവസ്ഥ, ബെന്യാമിൻ ഗോത്രക്കാരനെന്നുള്ള അവസ്ഥ, എബ്രായരെന്ന് ജനിച്ച എബ്രായരെന്നുള്ള അവസ്ഥ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശനെന്നുള്ള അവസ്ഥ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചനെന്നുള്ള പദവി, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അന്യന്യ ന്യായപ്രമാണം അനുസരിക്കുന്നതിൽ സ്വത്രം ഒരു മനുഷ്യനും തന്നെ നിന്ദിക്കില്ല, അതുപോലെ കൃത്യമായി അത് ആചരിച്ചു വന്നു. ഇതൊക്കെയും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം വന്നു കഴിഞ്ഞപ്പോൾ ഈ ലാഭമായിരുന്ന പദവികളെല്ലാം പൗലൂസ് ഛേദമെന്നെണ്ണി. മനസ്സിലായോ? അത്രയുമല്ല, കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠ നിമിത്തം ഞാനിപ്പോൾ എല്ലാം ഛേദമെന്നെണ്ണുന്നു. യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനം കയറി വരുന്നതോളും എല്ലാം ഛേദമെന്നെണ്ണുന്നു. മറ്റത് എണ്ണിയിരിക്കുന്നു, ഇത് എണ്ണുന്നു, എണ്ണിയിരിക്കുന്നു, എണ്ണുന്നു. ഒരു പ്രാവശ്യം എണ്ണിയിരിക്കുന്നു, പിന്നെ എണ്ണുന്നു, പിന്നെയും ചവറന്നെണ്ണുന്നു. മുമ്പോട്ട് പോകുമ്പോൾ കിട്ടുന്ന ഭൗതിക നന്മകളൊക്കെ ആരുടെയും മക്കളുടെയും പേരിൽ കൂട്ടി കരമടച്ച് അലമാരയെ കൊണ്ടുവച്ചിട്ട് പ്രസംഗിക്കുകയല്ല ചെയ്യുന്നത്. മനസ്സിലായോ? കിട്ടുന്ന ഭൗതിക നന്മകൾ വേലയ്ക്ക് പ്രയോജനപ്പെടുത്തിയിട്ട് കിട്ടുന്നതെല്ലാം ഛേദമെന്ന് എണ്ണിക്കൊണ്ട് പോവുക. കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചു വെച്ച് ഏക്കർ കണക്കിന് തോട്ടങ്ങളും വെച്ച് പ്രസംഗിക്കുന്ന ഭക്തന്മാരെ എനിക്കറിയാം.
അതൊക്കെ മുഖം മൂടിയിട്ട ഭക്തന്മാരാ. ആ മുഖം മൂടി കർത്താവ് വലിച്ച് ചീന്താൻ പോവുക. സിനി ഫീൽഡിലെ കള്ളന്മാരുടെ മുഖം മൂടികൾ വീണതുപോലെ ഭക്തന്മാരുടെ മുഖം മൂടികൾ ദൈവം വീഴിക്കാൻ പോവുക. കോവിഡ് വന്നപ്പോൾ കുറേ പേരുടെയൊക്കെ വീണു. പൈസയ്ക്ക് പ്രസംഗിക്കുന്ന ഭക്തന്മാരാണെന്ന് ലോകം അറിഞ്ഞു. അവരെ കൂക്കി വിളിക്കാൻ തുടങ്ങി. ആരും വിളിക്കാതായി. ഇനി അവർ ആ അവസ്ഥയിൽ അങ്ങ് തീരും മിക്കവാറും. സുവിശേഷ വേല ധനസമ്പാദത്തിനുള്ളതല്ല. ദൈവം തന്ന കൃപകളും നന്മകളും വചനവെളിപ്പാടുകളും അത് ദാനമായി തന്നു, ദാനമായി കൊടുക്കുക. ആരെങ്കിലും എന്തെങ്കിലും തന്നെങ്കിൽ സ്തോത്രം പറഞ്ഞ് മേടിച്ചു കൊള്ളുക. കണക്ക് പറഞ്ഞ് വാങ്ങരുത്, റേറ്റ് പറഞ്ഞ് വാങ്ങരുത്. കടാമംഗല സദാനന്ദനും സാംബശിവനും റേറ്റ് പറഞ്ഞ് കഥാപ്രസംഗം നടത്തുന്ന പോലെ കഥാപ്രസംഗം നടത്തരുത്. വചനമെടുത്ത് കഥാപ്രസംഗം നടത്തരുത്. വചനമെടുത്ത് പാട്ടുപാടി ആൾക്കാരെ തുള്ളിക്കരുത്. ഇതൊക്കെ ദൈവകോപം വിളിച്ചു വരുത്തുന്ന കാര്യങ്ങളാണ്. ഇന്നല്ലെങ്കിൽ നാളെ അത് വരും, ഉറപ്പാ. അതുകൊണ്ട് ഭയഭക്തിയോടെ നമ്മൾ കർത്താവിനെ സ്നേഹിക്കണം. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം. ഹല്ലേലൂയ. ഈ റോമാലേഖനത്തിൽ എബ്രായ ലേഖനത്തിൽ ഒരു വിഷയം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ പരിജ്ഞാനം എന്നുള്ള വിഷയം വന്നപ്പോൾ എബ്രായ ലേഖനത്തിൽ ഒരു വാക്യം നിങ്ങൾ കേട്ടോ. എബ്രായ ലേഖനത്തിലെ പൗലൂസിനെ കുറിച്ച് എബ്രായ ലേഖന കർത്താവ് പറയുന്ന ഒരു ഭാഗം ഈ വചനം പ്രസംഗിക്കുമ്പോൾ കയറി വരിക. സ്തോത്രം. എൻ്റെ 11-ാം അധ്യായത്തിൻ്റെ ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടി കഷ്ടമനുഭവിക്കുക തിരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോൻ്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്നെണ്ണുകയും ചെയ്തു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമായിട്ട് എണ്ണുവാനിടയായി തീർന്നു. എന്തുകൊണ്ട്? പൗലൂസിന് ലഭിച്ച ഭൗതികമായ സ്ഥാനമാനങ്ങളും ഫറവോൻ്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കുന്ന അവസ്ഥയും ആ മിസ്രയീമിലെ കൊട്ടാരങ്ങളും അതിൻ്റെ ധനവും അതിൻ്റെ മോടികളൊക്കെ ചപ്പന്നും ചവറന്നും താൻ എണ്ണാനിടയായി. സ്വത്രം. എങ്ങനെ എണ്ണയുടെ? ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനമുള്ളിൽ വന്നപ്പോൾ. തിമോഥെയോസിൻ്റെ ലേഖനത്തിൽ പറയുന്നത് അങ്ങനെ എണ്ണിയപ്പോൾ ദൈവം അവനെ എന്ത് ചെയ്തു? വിശ്വസ്തനെന്നെണ്ണി. ദൈവം പൗലൂസിനെ വിശ്വസ്തനെന്നെണ്ണി കർത്താവിൻ്റെ വേല ചെയ്യാനായിട്ട് വിളിച്ചു. ഇന്ന് വിശ്വസ്തരെന്ന് പലരും എണ്ണാത്തതിൻ്റെ കാര്യം എന്താ? അവർ വ്യവസ്ഥ വിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ലോകത്തിൻ്റെ മാലിന്യങ്ങളും അശുദ്ധികളൊക്കെ അവർ വലുതായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ഇവിടെ ഞാൻ ആ വിഷയത്തിൽ നിന്ന് മൂന്നാമത്തെ പോയിന്റിലേക്ക് വരിക. വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോടെ ഇന്ദ്രിയ ജയം. വിർച്യു. വിശ്വാസത്തോട് വീര്യം എന്ന് പറഞ്ഞാൽ വീര്യം, വിർച്യു, ശക്തി പുറപ്പെടുന്ന വിശ്വാസം, അതതിൻ്റെ അർത്ഥം. രണ്ടാമത് നോളജ്, പരിജ്ഞാനം, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം, വചനത്തിൻ്റെ പരിജ്ഞാനം, സ്വർഗീയമായ ജ്ഞാനം, നോളജ്. 3 പരിജ്ഞാനത്തോട് ഇന്ദ്രിയ ജയം, ടെമ്പറൻസ്, ഇന്ദ്രിയ ജയം. വളരെ പ്രധാനമായി ഒരു ദൈവത്തിനുണ്ടാകേണ്ട വിഷയമാണ് ഇന്ദ്രിയ ജയം. പഞ്ചേന്ദ്രിയങ്ങളുടെ മേൽ ജയം. പഞ്ചേന്ദ്രിയങ്ങളുടെ മേൽ ജയം. പഞ്ചേന്ദ്രിയങ്ങളുടെ മേൽ ജയം എന്ന് പറയുമ്പോൾ എന്താ? പഞ്ചേന്ദ്രിയങ്ങളെന്ന് പറഞ്ഞാൽ എന്തുവാ? കണ്ണ്, മൂക്ക്, നാക്ക്, തൊക്ക്, ചെവി. ഈ 5 ഇന്ദ്രിയങ്ങളുടെ മേൽ ജയം. കൈകൊണ്ട് പാവം ചെയ്യാതിരിക്കാൻ, കണ്ണുകൊണ്ട് പാവം ചെയ്യാതിരിക്കാൻ, കാലുകൊണ്ട് പാവം ചെയ്യാതിരിക്കാൻ, നാക്കുകൊണ്ട് പാവം ചെയ്യാതിരിക്കാൻ, കണ്ണുകൊണ്ട് പാവം ചെയ്യാതിരിക്കാൻ. കണ്ടോ? ഇതാ വിഷയം. വിശ്വാസത്തോട് വീര്യം, വീര്യത്തോട് പരിജ്ഞാനം, പരിജ്ഞാനത്തോട് ഇന്ദ്രിയ ജയം. പഞ്ചേന്ദ്രിയങ്ങളെ ജയിക്കുക. പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടാണ് ഒരു വ്യക്തി പാപം ചെയ്യുന്നത്. പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടാണ് ഒരു വ്യക്തി ദൈവത്തെ ആരാധിക്കുന്നത്. ഇപ്പം എവിടെ തെറ്റുപറ്റി? എവിടെയാണ് നമുക്ക് തെറ്റുപറ്റി? ഈ വചനത്തിൻ്റെ വെളിപ്പാട് മനസ്സിലാക്കാൻ കഴിയാത്തതിൽ തെറ്റുപറ്റി. വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയം. മൂന്നാമത്തെ കാര്യം പറയുന്നത് ഇന്ദ്രിയ ജയം. പഞ്ച ഇന്ദ്രിയങ്ങളുടെ മേൽ ജയം. പാസ്റ്റർ കുറ്റി പൊട്ടിച്ചെന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താ? ഇന്ദ്രിയ ജയം ഇല്ലാത്തവനായി മാറിയുണ്ട.
പാസ്റ്റർ 7-ാം കൽപ്പന ലംഘിച്ചു എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താ? ഇന്ദ്രിയ ഇല്ലാത്തതുകൊണ്ടാണ്. ഇപ്പം പത്രോസ് എന്താ പറയുന്നത്? പത്രോസിന് വിവരമില്ലല്ലോ. പത്രോസ് മീൻ പിടിച്ച് കടന്ന സഹോദരനാണ്. പത്രോസ് ചാള പിടിച്ച് കടന്ന സഹോദരനായിട്ട് പുള്ളിയുടെ ലേഖനമൊന്നും വേണ്ടെന്നാണ് പറയുന്നത്. ഞങ്ങൾ കുറേ കൂടുതൽ പഠിച്ചിട്ടുണ്ട്. ഞങ്ങൾ തിയോളജിക്കൽ സെമിനാരിയിൽ നിന്ന് എന്തൊക്കെ എടുത്തു? PhD, പിന്നെ MTH മാസ്റ്റർ ബിരുദം എല്ലാം എടുത്തിട്ടുണ്ട്. പത്രോസ് പറഞ്ഞ വചനത്തിൻ്റെ വെളിപ്പാടുകൾ ഒരു ലവലേശം പോലും ഹൃദയത്തിൽ കയറിയിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ് ദൈവമക്കളെ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഇന്ന് പൽക്കാലം എനിക്ക് പറയാനുള്ളത്, പത്രോസ് പറഞ്ഞു വെച്ചിരിക്കുന്ന ഈ ഉപദേശത്തിൻ്റെ വ്യവസ്ഥ നമ്മൾ മനസ്സിലാക്കുക. വിശ്വാസത്തോട് വീര്യം, വീര്യത്തോട് പരിജ്ഞാനം, പരിജ്ഞാനത്തോട് ഇന്ദ്രിയ ജയം. പഞ്ചേന്ദ്രിയങ്ങളെ ജയിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം ഉണ്ട്. അത് പാസ്റ്റർമാർ പറയാത്തതുകൊണ്ട് ഇല്ലെന്നാണെങ്കിലും തെറ്റിദ്ധരിച്ചെങ്കിൽ ഇന്ന് അത് കേട്ടുകൊള്ളണം. ഇന്ന് കേൾക്കുക. 25 വർഷം പെന്തക്കോസ്തുകാരനായിരുന്നു, കേൾക്കാതിരുന്ന ഞാൻ പലതും അതിനുശേഷമാണ് വചനം പഠിപ്പിക്കുന്ന പാസ്റ്റർമാരിൽ നിന്ന് കേട്ടത്. അതുപോലെ നിങ്ങളും കേൾക്കുക. ഇത് ഇന്ദ്രിയ ജയം. സ്വത്രം ഇന്ദ്രിയ ജയം എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് ഒത്തിരി പറയാനുണ്ട്. ദാവീദ് മാളികയിൽ ഉലാവാൻ പോയെന്നുള്ള ചരിത്രം വേദപുസ്തകത്തിൽ പഠിപ്പിക്കുന്നു. എന്നിട്ട് എന്തോ ചെയ്തു പുള്ളി? നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. പറഞ്ഞ ജൂലി എന്ത് പാപം ചെയ്തു? എങ്ങനെ? അതിൻ്റെ കാരണം പറ. ഒരു പെണ്ണും പിള്ള കുളിക്കുന്നത് നോക്കിക്കൊണ്ട് നിന്നു കണ്ണുകൊണ്ട്. മനസ്സിലായില്ലേ? അപ്പം കണ്ണുകൊണ്ട് പാപം ചെയ്തു. ആ പാപം എന്താ ഇതിലേക്ക് മാറി? വലിയ ഗുരുതരമായ ദൈവശിക്ഷ ഏറ്റുവാങ്ങത്തക്ക അവസ്ഥയിലേക്ക്. അപ്പം അതാ ഇന്ദ്രിയ ജയം. അതുപോലെ നാക്കുകൊണ്ട് പാപം ചെയ്യുക. നാക്കുകൊണ്ട് പാപം ചെയ്തതിനെയാണ് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്. നമ്മുടെ നാക്കിനെ കുറിച്ച് 2 കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. എന്തോ നാക്ക്? ഒന്ന് ചെറിയ അവയവമെങ്കിലും വലിയ പാപം ചെയ്യുന്നു. ഒന്ന് നാക്ക് തീയാണെന്ന് പറയുന്നു. 2 നാക്ക് പോയിസനാണെന്ന് പറയും. നാക്കൊരു പോയിസനാണ്, നാക്കൊരു ഫയറാണ്. നമ്മുടെ ഇവിടുത്തെ ഫയർ വിങ്സിലെ സഹോദരന്മാർ പറയുന്ന ഫയറല്ല. അതൊക്കെ ചുമ്മാ പൊട്ടത്തരം വിളിച്ച് പറയുന്നത്, ബോധമില്ലാത്ത പറച്ചില്ല. ഇത് നാവ് കൊണ്ട് പാപം ചെയ്യുക, നാക്കുകൊണ്ട് പാപം ചെയ്യുക. ദൈവകൽപ്പനയ്ക്ക് വിരോധമായി നമ്മൾ പറയുമ്പോൾ അത് പാപം ചെയ്യുക. ദൈവവചനത്തിൻ്റെ ഉപദേശങ്ങളെ തെറ്റിച്ച് പറയുമ്പോൾ പാപം ചെയ്യുക. ഹല്ലേലൂയ. നമ്മൾ ഈ സത്യം മനസ്സിലാക്കണം. ഇന്ന് പൽക്കാലം ഇന്ദ്രിയ ജയം. പിന്നെ അതുപോലെ ചെവി കൊണ്ട് പാപം ചെയ്യുക. ദൈവഹിതമില്ലാത്തത് കേൾക്കുമ്പോൾ, ദൈവ വചനത്തിന് വ്യവസ്ഥയല്ലാത്ത കാര്യങ്ങൾ കേൾക്കുമ്പോൾ അത് ചെവി കൊണ്ട് പാപം ചെയ്യുക. ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വല്ലയിടത്തും ആഹാര സാധനങ്ങൾ വറുക്കുകയോ പൊരിക്കുകയോ ചെയ്യുമ്പോൾ അത് മണത്ത് മൂൾക്കുതിലോട്ട് കയറ്റുന്നവരുണ്ട്. പണ്ടൊക്കെ ഞങ്ങളത് ചെയ്തിട്ടുണ്ട്. പിന്നെ പരിജ്ഞാനം കിട്ടിയപ്പോൾ ചെയ്യത്തില്ല. മൂക്കൊണ്ട് പാപം ചെയ്യുക, ചെവി കൊണ്ട് പാപം ചെയ്യുക, കണ്ണുകൊണ്ട് പാപം ചെയ്യുക. അരുതാത്തത് കൈകൊണ്ട് ചെയ്യുമ്പോൾ കൈകൊണ്ട് പാപം ചെയ്യുക. ദൈവഹിതമില്ലാത്ത സ്ഥലത്തേക്ക് നമ്മുടെ കാലുകൾ ഓടുമ്പോൾ കാലുകൊണ്ട് പാപം ചെയ്യുക. അതാണ് ഈ പത്രോസ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇന്ദ്രിയ ജയം, പഞ്ച ഇന്ദ്രിയങ്ങളുടെ മേൽ ജയം. ഇതൊരു പാസ്റ്റർ പറഞ്ഞു തരുന്നില്ലെന്ന് വെച്ച് വേദപുസ്തകത്തിൻ്റെ ഉപദേശം അല്ലാതാകുമോ? നമ്മളിത് കേട്ടനുസരിച്ചില്ലെങ്കിൽ നമുക്ക് സ്വർഗരാജ്യം കിട്ടില്ലെന്നാണ് പത്രോസ് പഠിപ്പിച്ച് വച്ചേക്കുന്നത്. ഈ അനുസരിക്കുന്നതിലൂടെയാണ് വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുന്നത്. ദൈവം നമ്മളെ വിളിച്ചു, കാലാകാലങ്ങളിൽ വിളിച്ചു. ഓരോ സാഹചര്യങ്ങളിൽ നിന്ന് ദൈവം നമ്മളെ വിളിച്ചു, വേർതിരിച്ചു. ഒക്കെ നല്ല കാര്യമാണ്. പക്ഷെ ആ വിളി കേട്ട് ഇറങ്ങി തിരിച്ചവൻ എന്ത് ചെയ്യണം? വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കണം. ദൈവം നമ്മളെ വിളിക്കപ്പെട്ടവർ അനേകരെങ്കിലും തെരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം. അപ്പം വിളി കേട്ട് ഇറങ്ങി തിരിച്ചവരിൽ നിന്ന് ഒരു സെലക്ഷനുണ്ട്. 5000 പേരെ കൊച്ചിയിൽ നേവൽ ബേസിൽ ഇന്ത്യൻ നേവിയിലേക്ക് റിക്രൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്തു. പത്രത്തിലൂടെ, വാട്സപ്പിലൂടെ, ടെലിഗ്രാമിലൂടെ ഒക്കെ അനൗൺസ് ചെയ്തു. 5000 പേരെ തിരഞ്ഞെടുക്കുന്നു. 50,000 പേരവിടെ ഇൻ്റർവ്യൂവിന് വന്നു. അതിലുമുണ്ട് തട്ടിപ്പ്. ഒരാൾക്ക് അപേക്ഷാ ഫോമിന് 200 രൂപയാണ് കാശ്. അപ്പോൾ 50,000 പേര് കാശ് കൊടുക്കും. കാശ് എത്രയായി? അതാണ് ശുദ്ധമാന തട്ടിപ്പ്.
ലോകത്ത് നടക്കുന്ന തട്ടിപ്പിൻ്റെ ഒരു മുഖം ഞാൻ എന്നൊക്കെ പറഞ്ഞു തന്നേ ഉള്ളൂ. അതെല്ലായിടത്തും ഉണ്ട്. സ്തോത്രം. അപ്പോൾ അങ്ങനെ 50,000 പേര് വരുന്നു. അതിൽ 5,000 പേരെ തിരഞ്ഞെടുക്കും. അപ്പോൾ ഈ 50,000 പേര് എന്തുകൊണ്ടാണ് സ്തോത്രം സെലക്ഷൻ നടത്തിയപ്പോൾ അവരെ എടുക്കാത്തതിൻ്റെ കാര്യം എന്താ? 5,000 പേര് മതി എന്നുള്ളത് ഒരു കാരണം. പിന്നെ രണ്ടാമത് സെലക്ഷനിൽ ബാക്കി എല്ലാവരും ഫെയിലായി. ഫെയിലായില്ലെങ്കിൽ അവർ ഫെയിലാക്കും. അതാണ് അവിടുത്തെ രീതി. അവർക്ക് 5,000 പേരെ മതി. 50,000 പേരുടെ അപേക്ഷ ഫോം 200 രൂപ വെച്ച് മേടിച്ച് പോക്കറ്റിൽ ഇട്ടിട്ട് ബാങ്കിലിട്ടിട്ട് ലക്ഷക്കണക്ക് കോടിക്കണക്ക് രൂപ വരുമല്ലോ. ഈ 5,000 പേരെ അവർ സെലക്ട് ചെയ്തെടുക്കുന്നു. അതിൻ്റെ ബോഡി ഫിറ്റ്നസ്, പിന്നെ അതിൻ്റെ ഒത്തിരി കാര്യങ്ങൾ നമുക്കറിയാമല്ലോ. ഞാൻ പറയാതെ തന്നെ എല്ലാം അറിയാമല്ലോ. അവരുടെ നോളേജ്, ഇതൊക്കെ അവർ ഇൻ്റർവ്യൂ ചെയ്തിട്ട് സെലക്ഷനായിട്ട് 5,000 അത് എന്നതുപോലെ വിളിക്കപ്പെട്ടവർ അനേകരാണ് സ്വർഗരാജ്യത്തിലേക്ക്. എന്നാൽ അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നത് ആത്മീക യോഗ്യതയുള്ളവരെയാണ്. ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ പാലിച്ച് ജീവിച്ചവരെയാണ്. അതിനെ പത്രോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവർ, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ, അവരുടെ ദിവ്യ സ്വഭാവത്തിൽ കൂട്ടാളികളായവരെയാണ് തിരഞ്ഞെടുക്കുന്നത്. എല്ലാവരും ഒന്നും തിരഞ്ഞെടുക്കുക. എല്ലാവരും പാട്ടും പാടി പ്രാർത്ഥിച്ച് നടന്നാലൊന്നും കർത്താവിൻ്റെ രാജ്യത്തൊന്നും പോകത്തില്ല. അതാ പത്രോസ് പറയുന്ന ഉപദേശത്തിൻ്റെ മഹത്വം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്.